നമസ്കാരം. യൂറോ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. NHS ജീവനക്കാരെ ക്യാൻസർ ബാധിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന കെമിക്കൽ ഉപയോഗം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ആയിരക്കണക്കിന് NHS ജീവനക്കാർ ദിവസേന ഈ കെമിക്കലുമായി സമ്പർക്കത്തിൽ വരുന്നുവെന്നാണ് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ട്. പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന NHS ജീവനക്കാർ അപകടകരമായ തോതിൽ ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കേണ്ടി വരുന്നുവെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ആശുപത്രികളിൽ ഡിസിൻഫെക്റ്റന്റായി ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഇത്. കൂടാതെ ലാബുകളിൽ ടിഷ്യൂ സാമ്പിളുകൾ സൂക്ഷിക്കാനും ഈ കെമിക്കൽ ആവശ്യമാണ്. എന്നാൽ ഫോർമാൽഡിഹൈഡ് തുടർച്ചയായി ശ്വസിക്കുന്നത് മൂലം പല പ്രശ്നങ്ങളും രൂപപ്പെടാം. ശ്വാസകോശ ആരോഗ്യം, ഫെർട്ടിലിറ്റി എന്നിവയെ തകരാറിലാക്കാൻ ഇത് ഇടയാക്കും. ഇതിനു പുറമെ മൂക്കിലും തൊണ്ടയിലും ക്യാൻസർ ഉണ്ടാകാനും കെമിക്കൽ വഴിയൊരുക്കുന്നതായി ഗവേഷകർ തെളിയിക്കുന്നു. ഹെൻറി നൊവാക്കിനെ സിഖുകാരൻ കൊലപ്പെടുത്തിയതിന്റെ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ കുടിയേറ്റക്കാർക്കെതിരായ രോഷം ആളിക്കത്തിക്കാൻ പുതിയ കേസ്. ബെൽഫാസ്റ്റിൽ 30കളിൽ പ്രായമുള്ള ആളുടെ കഴുത്തറക്കാൻ ശ്രമിച്ച് സുഡാനി അഭയാർത്ഥിയാണ് രോഷം ആളിക്കത്തിച്ചത്. രാജ്യത്തെ നടുക്കിയ സംഭവത്തിന് പിന്നാലെ ബെൽഫാസ്റ്റിൽ പ്രതിഷേധം അക്രമാസക്തമായി. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 30കളിൽ പ്രായമുള്ള പുരുഷന്റെ കണ്ണിലും കഴുത്തിലും പുറത്തും സാരമായ പരിക്കുകളുണ്ട്. അക്രമി ഇരയുടെ മുഖത്ത് കത്തി ഉപയോഗിച്ച് കുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാർ കാഴ്ചക്കാരായി നിൽക്കാതെ ഇടപെട്ടതോടെയാണ് ഇരയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. 2028 വരെ ലീവ് ടു റിമെയിൻ ലഭിച്ച അഭയാർത്ഥിയാണ് അക്രമം നടത്തിയതെന്ന് വ്യക്തമായതോടെ രോഷം അണപൊട്ടി. ഇയാൾ സുഡാനീസ് പൗരനാണെന്ന് ഹോം ഓഫീസ് സ്ഥിരീകരിച്ചു. തലയറക്കാൻ ശ്രമിച്ച വാർത്ത പരന്നതോടെ ബെൽഫാസ്റ്റിൽ പ്രതിഷേധങ്ങൾ കലാപത്തിലേക്ക് നീങ്ങി. വിവിധ ഭാഗങ്ങളിൽ വീടുകൾക്കും കാറുകൾക്കും തീയിട്ടു. ഏവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോലീസ്. മാഞ്ചസ്റ്ററിൽ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് ഈ മാസം 28 കൊടിയേറും. UK-യിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000-ലേറെ പേർ പങ്കെടുക്കുന്ന ആഘോഷമാണ് മാഞ്ചസ്റ്റർ ദുക്രാന തിരുനാൾ. മിഷൻ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് കുന്നുംപുറത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജൂൺ 27 ശനിയാഴ്ച വിതിൻഷോ ഫോറം സെൻട്രൽ പാരിഷ് ഡേ ആഘോഷിക്കും. മിഷനിലെ വിവിധ കുടുംബ കൂട്ടായ്മകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും. കൂടാതെ ഐഡിയ സ്റ്റാർ സിംഗർ വിജയി അരവിന്ദ് നായരും പിന്നണി ഗായിക നിയ ജോയും നയിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ജൂൺ 28 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് മിഷൻ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസ് കുന്നുംപുറം കൊടിയേറ്റ് നിർവഹിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5:30 വിവിധ വൈദികരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും. പ്രധാന തിരുനാൾ ദിനമായ ജൂലൈ 4 വിശുദ്ധ കുർബാന അർപ്പിക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത വൈദികനായ റവറൻഡ് ഫാദർ മിഖായേൽ കോച്ചേരി മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം, പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥനകൾ, ആത്മീയ ശുശ്രൂഷകൾ, കുടുംബങ്ങളുടെ സമർപ്പണ പ്രാർത്ഥനകൾ, സ്നേഹവിരുന്ന് എന്നിവയും നടക്കും. ജൂലൈ 5 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സമാപന തിരുനാൾ ആഘോഷങ്ങൾ നടക്കും. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. അത് സ്വർഗമല്ലെന്ന് തിരിച്ചറിയുന്നതോടെ കേസ് കോടതിയിലെത്തുന്നു. വിവാഹമോചനത്തിനായി പറഞ്ഞു വരുന്നത് കേരളത്തിലെ വിവാഹമോചന കേസുകളെ കുറിച്ചാണ്. കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ വിവാഹമോചന കേസുകൾ 87% വർദ്ധിച്ചതായി കുടുംബക്കോടതി കണക്കുകൾ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളാണ് അടുത്ത സ്ഥാനങ്ങളിൽ. ഏറ്റവും കുറവ് കേസുകൾ വയനാടാണ്. സാമൂഹിക രീതികൾ മാറുന്നതും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതും സന്തോഷകരമല്ലാത്ത വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറാൻ ദമ്പതികൾ തയ്യാറാകുന്നതുമെല്ലാം വിവാഹമോചന കേസുകളിലെ വർധനയ്ക്ക് കാരണമാകുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഒരു കാരണമാണ്. സ്ത്രീധന പീഡനങ്ങളും അവിഹിത ബന്ധവും ഉൾപ്പെടെ പല കാരണങ്ങളാണ് ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും നിലവിൽ കുടുംബങ്ങൾക്ക് അത്ര കെട്ടുറപ്പില്ലെന്ന് ചുരുക്കം. യൂറോ മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.